കുട്ടികളിലെ വാശി പലപ്പോഴും പാരൻസിന് വലിയ പ്രയാസമായി മാറാറുണ്ട്. ചിലപ്പോൾ നിസ്സഹായതാവസ്ഥയിലേക്ക് പാരൻസ് പലപ്പോഴും മാറും. അമിതമായ വാശി കൊണ്ട് മക്കൾ വല്ലാതെ പ്രയാസപ്പെടുത്താറുണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് വളരെ പെട്ടെന്ന് വാശിക്കാരായിട്ട് മക്കൾ മാറുന്നതല്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇവർ ഓരോ ആക്ടിവിറ്റീസുകൾ ചെയ്തു നോക്കും. വാശിയുടെ ഓരോ ചെറിയ കാര്യങ്ങളിലൂടെ ഇത് നടക്കുന്നില്ലെങ്കിൽ അടുത്തൊരു ഇതിലൂടെയാണ് ഇവർ വാശിക്കാരായിട്ട് മാറുന്നത്. ബേസിക്കലി വാശി ഉണ്ടാകുന്നതിൻ്റെ ചെറിയ ചില കാര്യങ്ങളിലൂടെ, അഥവാ ഇവർക്ക് അറ്റൻഷൻ കിട്ടാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇവർ പലപ്പോഴും വാശി കാണിക്കുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഇവരെ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് അവരുടെ അറ്റൻഷനെ ഡൈവേർട്ട് ചെയ്യുക, അവരുടെ ശ്രദ്ധയെ മറ്റൊന്നിലേക്ക് മാറ്റുന്നതിലൂടെ ഇവർ നിലവിലുണ്ടായിരുന്ന ആ വാശി, എന്തിലാണോ ഇവർ വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇവർ ഡൈവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു കാര്യം ഇവർ മറന്നു പോകുന്നു. ഇത് വളരെ പ്രാക്ടിക്കലായിട്ട് എനിക്ക് നല്ല റിസൾട്ടായി തോന്നിയിട്ടുള്ളതാണ്. നിലവിലുള്ളതിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇവരെ ഡൈവേർട്ട് ചെയ്യിപ്പിക്കുന്നതിലൂടെ ഇവർ നിലവിലുള്ള വാശി മാറ്റി വെക്കുന്നു എന്നുള്ളത്. ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ നിറവേറ്റുന്നു, വാശി പിടിച്ച കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതിലൂടെ ഇവരുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനിലേക്ക് ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ചെറുപ്പം മുതലേ ഇവർ ഒരു വാശി എങ്ങനെ കാണിക്കണം എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഇവർക്ക് ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്.